ഹായ് ഫ്രണ്ട്സ്, ഈ ആമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മാങ്ങാക്കറിയാണ് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ശകലം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഞാൻ കറി വെക്കുന്ന പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ മാങ്ങ, ഇത് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് തിരുമ്മി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഉപ്പ് ചേർക്കണമെങ്കിൽ കുറവാന്ന് തോന്നുവാണെങ്കിൽ ചേർക്കണം, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. ഇത് നമുക്കൊരു 5 മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ. വെച്ചില്ലേലും കുഴപ്പമില്ല, നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാല്, ഞാനൊരു അരമുറി തേങ്ങയുടെ ഫുൾ എടുത്തിട്ടില്ല, ഒരു 1/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പാല് പിഴിഞ്ഞതിൻ്റെ 2-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് അലിഞ്ഞു പോവരുത്. ഒരുവിധം നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേനും നമുക്കിത് വാങ്ങാവുന്നതാണ് കേട്ടോ. ഈ ഒരു പാകത്തിലേക്ക് വെന്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 1-ാം പാൽ ചേർത്ത് കൊടുക്കാനുണ്ട്. അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ചിങ്ങനെ മറഞ്ഞു പോവേണ്ട, ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മാങ്ങയുടെ പുളിയും എല്ലാം കൂടി ആകുമ്പോഴത്തേനും ഒത്തിരി അങ്ങോട്ട് തിളച്ച് മറിയാതെ ജസ്റ്റ് ഒന്ന് തിള കയറിയാൽ മതി കേട്ടോ. ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഉലുവായും ചേർത്ത് കൊടുക്കാം. ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 4-5 ചെറിയുള്ളി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാൻ സ്റ്റൗ ഓഫാക്കി മൂത്ത് വന്നതുകൊണ്ട്. ഒപ്പം തന്നെ ഒരു 2-3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അവിടെ ആ ചൂടിലിരുന്ന് അത് മൂത്ത് വന്നോളും. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ കറി ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ എന്താ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയല്ലേ, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.